നമസ്കാരം ശ്രീജിത്ത് മണിക്ക്. നമസ്കാരം. ശ്രീജിത്ത്, റമദാൻ മാസമാണ്. പക്ഷേ റമദാൻ മാസത്തിൽ ഹോളി ആഘോഷിച്ചു എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദ് ഷമിയുടെ മകൾക്ക് നേരെ, കുഞ്ഞു കുട്ടിയാണ്, അയറയ്ക്ക് നേരെ സൈബർ ആക്രമണം വ്യാപകമായി നടക്കുന്നു. എങ്ങനെ ഈ സാഹചര്യത്തെ നോക്കിക്കാണും? ലക്ഷ്മി, ഒരു മൗലാന ഷഹാബുദ്ദീൻ റസ്വി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചങ്ങാതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമൊക്കെ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഇത് ഹോളി മുസ്ലിങ്ങൾക്ക് അനുവദനീയമല്ല, ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളൊന്നും തന്നെ മുസ്ലിങ്ങൾക്ക് അനുവദനീയമല്ല, പ്രത്യേകിച്ച് അത് ഈ റംസാൻ മാസത്തിൽ ആഘോഷിക്കുക എന്ന് പറയുന്നത് മതവിരുദ്ധമാണ് എന്ന രീതിയിലുള്ള അഭിപ്രായമാണ് ഈ ചങ്ങാതി പ്രകടിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതേ ചങ്ങാതി തന്നെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മുഹമ്മദ് ഷമി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഈ റംസാൻ മാസത്തിൽ അദ്ദേഹം നോയമ്പ് നോക്കേണ്ടുന്നയാളാണ്. പക്ഷേ അദ്ദേഹം കളിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ആ കളിക്കളത്തിൽ വെച്ച് വെള്ളം കുടിക്കുന്നത് കണ്ടപ്പോൾ അതിനെയും വിമർശിച്ചിരുന്നു. അന്ന് കുറച്ചുകൂടി കടുപ്പിച്ച് ഇതൊരു പാപവും കുറ്റകൃത്യവുമാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വെള്ളം കുടിച്ചതുകൊണ്ട് ഷമി ഒരു പാപിയായി മാറിയെന്നും അദ്ദേഹം ഒരു കുറ്റവാളിയാണ് എന്ന രീതിയിലത്തേക്ക് അഭിപ്രായപ്പെട്ടിരിക്കുന്ന ഇത്തരം മതപണ്ഡിതന്മാർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള തുടർച്ചയായിട്ടുള്ള പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഓർക്കുന്നുണ്ടാകും, ഷമിയുടെ ഭാര്യ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ വിവാഹമോചനം നേടിയെന്ന് തോന്നുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമൊത്തുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന സമയത്ത്, ഫോട്ടോ ഫേസ്ബുക്കിലും അങ്ങനെ മറ്റ് സോഷ്യൽ മീഡിയയിലുമൊക്കെ തന്നെ അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനെതിരെ ആൾക്കാർ അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവർ സ്ത്രീ തല മറയ്ക്കുന്നില്ല, മുടി മറയ്ക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിലുള്ള ആക്ഷേപമുണ്ടായിരുന്നു. അവരുടെ വസ്ത്രധാരണ രീതിയുടെ പേരിൽ വലിയ രീതിയിലത്തേക്കുള്ള ആക്ഷേപമുണ്ടായിരുന്നു. അങ്ങനെ വ്യക്തിപരമായിട്ട് ഒരാൾ, അയാൾ ഇസ്ലാം മതത്തിലുള്ള ആളാണ് എന്നതുകൊണ്ട് മാത്രം അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുന്നതാണ് മതം എന്ന രീതിയിലത്തേക്കാണ് പല മതപണ്ഡിതന്മാരും വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം അനുവദനീയമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ ഈ മതപണ്ഡിതന്മാരുടെ ഇടയിൽ തന്നെ തർക്കമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ടൂർ ചെയ്യുന്ന ഒരാൾ, അദ്ദേഹം ട്രാവലാണ് എങ്കിൽ അദ്ദേഹത്തിന് ഈ വെള്ളം കുടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അനുവദനീയമാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് തന്നെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഷമിയുടെ ഒരു കസിനുണ്ട്, മുംതാസ് എന്ന ഒരാൾ, അവർ ഷമിയെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഈ വെള്ളം കുടിയുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, ഒരാൾ യാത്ര ചെയ്യുകയാണെങ്കിൽ, ട്രാവലർ ആണെങ്കിൽ അദ്ദേഹത്തിന് വെള്ളം കുടിക്കാം എന്നാണ് പറയുന്നത്. തന്നെയുമല്ല, ഷമി ഒരു കായിക താരമാണ്. അപ്പോൾ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. രാജ്യത്തിന് വേണ്ടി കളിക്കളത്തിൽ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ടീം ബാറ്റ് ചെയ്യുന്ന സമയത്ത് ബോളറായിട്ടുള്ള ഒരാൾ ഫീൽഡ് ചെയ്യുകയും കൂടി വേണ്ടപ്പോൾ ഏതാണ്ട് 3.5 മണിക്കൂറാണ് ഒരു വൺ ഡേ മാച്ചിൽ ഫീൽഡിൽ തുടർച്ചയായിട്ട് നിൽക്കേണ്ടി വരുന്നത്. അപ്പോൾ ആ സമയത്ത് വളരെ കായികക്ഷമതയുള്ള ക്രിക്കറ്റ് പോലെയുള്ള ഒരു കളിയിൽ ഏർപ്പെടുന്ന ഒരാളിന് വെള്ളം കുടിക്കാതിരിക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ രാജ്യ താല്പര്യത്തിനെ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് തന്നെ ഇത് വ്യാഖ്യാനിക്കേണ്ടി വന്നു. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെപ്പറ്റി കൃത്യമായ ബോധവും ബോധ്യവും ഉള്ള കുറേയധികം മതപണ്ഡിതന്മാർ ഇങ്ങനെയൊന്നും തന്നെ നമ്മൾ പറയേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ വന്നിട്ട് ഷമിയുടെ മുൻ ഭാര്യ ഇപ്പോൾ മകളിലേക്കും വന്നിരിക്കുകയാണ്. മകൾ ഹോളി ആഘോഷിച്ചു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇതിൽ എന്താണ് ഈ പ്രശ്നം, എന്തിനാണ് ഈ അസഹിഷ്ണുത എന്നൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ റംസാൻ മാസത്തിൽ നിരവധി ആൾക്കാർ നൊയമ്പ് നോക്കുന്നുണ്ട്, മുസ്ലിങ്ങളായിട്ടുള്ള നിരവധി ആൾക്കാർ നൊയമ്പ് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ തുറക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട് ഇതര മതസ്ഥരായിട്ടുള്ള പല ആൾക്കാരും അവരോട് ഒരു അവർക്ക് മാനസികമായിട്ടുള്ള ഒരു പിന്തുണ നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് കോവർക്കേഴ്സായിട്ടുള്ള ആൾക്കാർ, സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ, സഹപാഠികളായിട്ടുള്ള ആൾക്കാർ, അവരും ഇതര മതസ്ഥരാണെങ്കിലും ഈ മുസ്ലിം സുഹൃത്തുക്കളോടൊപ്പം തന്നെ അവരും നൊയമ്പ് നോക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈവൻ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള മതാചാരം എങ്ങനെയാണ്, നൊയമ്പ് തുറക്കേണ്ടത് എവിടെയാണ്, എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് പല വ്ളോഗർമാരും പല വ്ളോഗുകളും ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിലും കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ വന്നിട്ട് ഇതര മതസ്ഥരായിട്ടുള്ള എന്നാൽ ഈ സമയത്ത് നൊയമ്പ് നോക്കുന്ന നിരവധി ആൾക്കാർ അവിടെ വരുന്നുണ്ട് എന്ന് വെച്ചാൽ അവരുടേതായിട്ടുള്ള ഒരു ആചാരം, മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആചാരത്തിനെ അനുവർത്തിക്കുന്നതിന് ഇതര മതസ്ഥരായിട്ടുള്ള ആൾക്കാരെ അനുവദിക്കുകയും അത് നല്ല കാര്യമാണ് എന്ന അഭിപ്രായം പറയുകയും ചെയ്യുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് അതേ സഹിഷ്ണുത മറ്റുള്ള ഒരാളിൻ്റെ മതവിശ്വാസത്തിനോട് കാണിക്കാത്തതെന്നുള്ള ഒരു ചോദ്യമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉയർത്തുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഹോളി ആഘോഷിക്കുക എന്ന് പറയുന്നത് പാപമായിട്ടുള്ള ഒരു കാര്യമല്ല. ഹോളി ആഘോഷിക്കുന്ന ഒരാൾ ഒരു കുറ്റവാളിയായി മാറുന്നില്ല, മറിച്ച് അത് നമ്മുടെ സമൂഹത്തിലുള്ള മത സാഹോദര്യം, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള ഒരു റിലീജിയസ് ഹാർമണി, ഒരു മൈത്രി എന്ന് പറയുന്നതിനെ കൂടുതൽ ഉറപ്പിക്കുകയാണ്, അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. അങ്ങനെ ഈ ആഘോഷങ്ങളെല്ലാം ഒരാളിൻ്റേത് മാത്രമോ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിൻ്റേത് മാത്രമോ എന്നതിനപ്പുറത്തേക്ക് ആചാരബദ്ധമായിട്ട് അതിനെയൊക്കെ തന്നെ അനുവർത്തിക്കാൻ മറ്റുള്ള ആൾക്കാരും കൂടി തയ്യാറായി വരുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ
സോഷ്യൽ ഫാബ്രിക് ഒക്കെ തന്നെ കൂടുതൽ ശക്തമാകുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും ഈ ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സമയത്ത് പോസ്റ്റ് ചെയ്യുന്ന കണ്ടില്ലേ, പൊങ്കാല ഇടുന്നതിന് വേണ്ടിയിട്ട് പല സജ്ജീകരണങ്ങളും അത് ഈ റോഡിനോട് ചേർന്നിട്ടുള്ള പള്ളികളിൽ നിന്ന് ചെയ്തു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അവിടെയുള്ള സ്ത്രീകൾക്ക് പള്ളികളുടെ ടോയ്ലറ്റോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് അത് തുറന്നു കൊടുത്തു എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഈ കഴിഞ്ഞ ദിവസമാണ് കണ്ടത്. അത് നല്ല കാര്യമാണ്. ഞാൻ പറയുന്നത് അത് ആദ്യമായിട്ട് നടക്കുന്ന കാര്യമല്ല, നല്ല കാര്യമാണ്. മറ്റുള്ള പല ആൾക്കാരുടെ ഇപ്പം പള്ളിയിൽ നിന്ന് പെരുന്നാളിൻ്റെ ഭാഗമായിട്ടും ഒക്കെ റാസ വരുന്ന സമയത്ത് അതിന് സ്വീകരണം കൊടുക്കുന്ന ഇതര മതസ്ഥരായിട്ടുള്ള ആൾക്കാരെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു സോഷ്യൽ ഫാബ്രിക്കിനെ ശക്തിപ്പെടുത്തുന്ന, നമ്മുടെ മതമൈത്രി സാഹോദര്യം എന്നതിനെ ശക്തിപ്പെടുത്തുന്ന ചിഹ്നങ്ങളാണ്. അപ്പോൾ അതിലൊരാൾ സ്വമേധയാ യാതൊരു വിധത്തിലുള്ള ബാഹ്യപ്രേരണയും ഇല്ലാതെ ഒരു ആഘോഷത്തിൽ പങ്കെടുത്തു എന്നതിൻ്റെ പേരിൽ അയാൾക്ക് നേരെ ഉറഞ്ഞു തുള്ളുക, പ്രത്യേകിച്ച് ഒരു ചെറിയ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയോട് ഈ രീതിയിലത്തേക്ക് മോശമായ രീതിയിലത്തേക്കുള്ള മതശാസനകളാണെന്ന് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളുമൊക്കെ തന്നെ അടിച്ചേൽപ്പിക്കാനൊക്കെ ശ്രമിക്കുക എന്ന് പറയുന്നതെല്ലാം തന്നെ തെറ്റായിട്ടുള്ള പ്രവണതയാണ്. ഇപ്പോൾ നമ്മൾ ഈ സമയത്ത് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഹോളി വളരെ വിപുലമായിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ തന്നെ ആഘോഷിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലൊക്കെ തന്നെ ഒരു കമ്മ്യൂണൽ പ്രശ്നം ഉണ്ടാകാതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അഡ്മിനിസ്ട്രേഷൻ, പ്രത്യേകിച്ച് പോലീസ്, ജില്ലാ ഭരണകൂടം ഒക്കെ തന്നെ അവിടങ്ങളിലുള്ള പള്ളികളുമായി സംസാരിച്ച്, പള്ളികളുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സുമായി സംസാരിച്ചിട്ടാണ് അവിടെയുള്ള പല പള്ളികളും കവർ ചെയ്തിരിക്കുന്നത്. ടാർപോളിൻ ഷീറ്റ് വെച്ച് കവർ ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിരത്തുകളിലെല്ലാം തന്നെ വളരെ ആഘോഷപൂർവ്വം ഈ ഹോളിയുടെ ആഘോഷവുമായി ബന്ധപ്പെട്ട ആൾക്കാർ പോകും. അപ്പോൾ അവർ പലതരത്തിലുള്ള വർണ്ണപ്പൊടികളാണെങ്കിലും വെള്ളമാണെങ്കിലും ഒക്കെ തന്നെ അവിടെ എല്ലാം തന്നെ അവർ അത് എറിയുകയും ഒക്കെ തന്നെ ചെയ്യും. അപ്പോൾ അത് പള്ളിക്ക് അതുകൊണ്ട് കളങ്കം ഉണ്ടാകരുത് എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് അത് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിൽ പോലും പലരും സോഷ്യൽ മീഡിയയിൽ അത് ഷെയർ ചെയ്തതിന് ശേഷം നോക്കൂ, യുപിയിലൊക്കെ തന്നെ ഹോളി ആഘോഷിക്കണമെങ്കിൽ പള്ളി കവർ ചെയ്യേണ്ടി വന്നിരിക്കുന്ന അവസ്ഥയാണ്. നമ്മുടെ നാട്ടിൽ വലിയ സാഹോദര്യമാണ്, ആറ്റുകാൽ പൊങ്കാല ഇടുന്ന സമയത്ത് പള്ളികളിൽ നിന്ന് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതേ ആൾക്കാർ തന്നെയാണ് നമ്മുടെ മലയാളികളായിട്ടുള്ള ചില ആൾക്കാരുടെ വീഡിയോ ആണ് കുറച്ച് നാൾ മുമ്പ് ഞാൻ ഈ പറഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കപ്പെട്ടത്. അതിൽ ഷമി വെള്ളം കുടിക്കുന്ന സമയത്ത് എടാ കുടിക്കല്ലേടാ എന്ന് പറഞ്ഞ് മലയാളത്തിൽ അവിടെ നിന്ന് കരയുന്ന ആൾക്കാരെയൊക്കെ തന്നെ നമ്മൾ കണ്ടു. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നമുക്ക് ഈ രീതിയിലത്തേക്കുള്ള ഒരു അസഹിഷ്ണുത ഉണ്ടാകുന്നത് എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ മറ്റുള്ള ആൾക്കാർ ഇത് ആഘോഷിക്കുന്നില്ല. ഇതേ സമയത്ത് തന്നെ സീനിയർ ആയിട്ടുള്ള ലെജൻസിൻ്റെ, റിട്ടയർഡ് ആയിട്ടുള്ള പഴയ മാസ്റ്റേഴ്സ് കളിക്കാരുടെ ടൂർണമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ടൂർണമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർ താമസിക്കുന്ന സ്ഥലത്ത് അവരും ഹോളി ആഘോഷിച്ചു. അപ്പോൾ അങ്ങനെ ഹോളി ആഘോഷിക്കുന്ന സമയത്ത് അതിലും ഇതര മതസ്ഥരായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ യൂസഫ് പഠാനും യുവരാജ് സിംഗും ഒന്നിച്ചാണ് ഹോളി ആഘോഷിക്കുന്നത്. അപ്പോൾ യൂസഫിൻ്റെ ദേഹത്തും കളറുണ്ട്, യൂസഫിൻ്റെ പുറത്തേക്കും ആൾക്കാർ കളർ വെള്ളം സ്പ്ലാഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാവരും തന്നെ ഇത് എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ വന്നിട്ട് മതശാസനകൾ, മതവിധിയൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ തയ്യാറാവുകയാണ് എങ്കിൽ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ലാത്ത, ഇതൊക്കെ തന്നെ സ്വാഭാവികമാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ അരുതാത്തതാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പല മതപണ്ഡിതന്മാരുടെയും മതശാസനകൾ പ്രേരകമാകുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ചിന്തിക്കേണ്ടുന്ന, അങ്ങനെ പ്രേരിപ്പിക്കേണ്ടുന്ന ആൾക്കാരല്ല മതപണ്ഡിതർ. അവർ സാഹോദര്യത്തിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുത്തു എന്നുള്ളത് മാത്രമല്ല, അവർ നമ്മുടേത് ചെയ്തു എന്ന് പറയുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാവർക്കും സ്വേച്ഛയാൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലത്തേക്കുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയണം. അതല്ലാതെ മറ്റുള്ള ആൾക്കാർ നമ്മുടെ റംസാൻ്റെ നൊയമ്പെടുക്കുന്ന സമയത്ത് അത് നല്ലതാണ് എന്ന് പറയുകയും, ഞങ്ങൾ പൊങ്കാല ഇടുന്ന സമയത്ത് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ് എന്ന് പറയുകയും, എന്നാൽ നമ്മുടെ മതത്തിലുള്ള ഒരാളിൻ്റെ കുടുംബത്തിൽ നിന്ന് അവരുടെ സ്വന്തം താല്പര്യപ്രകാരം ഹോളി ആഘോഷിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് പ്രശ്നമായി മാറുകയും, ഒരാൾ ഒരു അത്ലറ്റാണ്, ആ അത്ലറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്യുകയാണ്, ഹയസ്റ്റ് ലെവലിൽ കളിക്കുകയാണ്. അപ്പോൾ രാജ്യ താല്പര്യത്തിൽ അയാൾ ഫിറ്റായിരിക്കുന്നതിന് വേണ്ടി ഡീഹൈഡ്രേഷൻ ഉണ്ടാകാതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരാൾ കളിക്കളത്തിൽ വെച്ച് വെള്ളം കുടിക്കുന്ന സമയത്ത് അതിനെ എതിർക്കുന്ന ആൾക്കാരാണ്. ഞാൻ പറയുന്നത് ഈ രീതിയിലത്തേക്കൊന്നും തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ഇപ്പോൾ മുഹമ്മദ് ഷമി ഇസ്ലാമിനെ അപമാനിക്കുന്ന ഒരാളല്ല. അയാളുടെ ഇഷ്ടമുള്ള രീതിയിൽ അയാൾ നടക്കുന്നു, അയാളുടെ ഭാര്യ അല്ലെങ്കിൽ മുൻ ഭാര്യ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടക്കുന്നു, മകൾ ഇഷ്ടമുള്ള ആഘോഷങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നു. അതേസമയം ഇപ്പോൾ നമുക്കറിയാം, ഈ ഇസ്ലാം മതത്തിനെ സംബന്ധിച്ചിടത്തോളം മദ്യം എന്ന് പറയുന്നത് അവർക്ക് ഹറാമാണ്, അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ട്. നമ്മൾ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം, ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ടീമിന് പ്രൈസ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അവിടെ ഈ ഷാമ്പെയിൻ കുപ്പികളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഷാമ്പെയിൻ കുപ്പികൾ പൊട്ടിച്ചതിന് ശേഷം ഈ കളിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തലയിൽ അത് ഒഴിക്കുന്ന ഒരാഘോഷം പൊതുവേ ഉള്ളതാണ്. അത് നടക്കുന്ന സമയത്ത് ഈ ഷാമ്പെയിൻ അങ്ങോട്ട് പൊട്ടിക്കുന്ന സമയത്ത് ആ ഗ്രൂപ്പിൽ നിന്ന് ഷമി ഓടി മാറുന്നത് കാണാമായിരുന്നു. ഷമി ഓടി മാറി മറ്റൊരു ഭാഗത്ത് നിൽക്കുകയാണ്.
അതായത് അദ്ദേഹം ഒരുപക്ഷെ ഷാമ്പെയിൻ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് വീഴാനായിട്ട് താല്പര്യപ്പെടുന്നില്ല, അത് അദ്ദേഹത്തിൻ്റെ മതവിശ്വാസം അനുസരിച്ച്. അത് റെസ്പെക്ട് ചെയ്യപ്പെടേണ്ടതാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഷമി അവിടെ നിന്ന് മാറി നിൽക്കുന്നു. മറ്റുള്ള കളിക്കാരും തന്നെ നിർബന്ധിച്ച് ഷമിയുടെ പുറത്തേക്ക് ഷാമ്പെയിൻ ഒഴിക്കാനായിട്ടൊന്നും ശ്രമിക്കുന്നുമില്ല. അപ്പോൾ ഇത് ഓരോരുത്തരുടെ മതവിശ്വാസമാണ്. അത് ഏത് അളവ് വരെ ഒരാൾക്കത് സ്വീകരിക്കണം എന്നതൊക്കെ തന്നെ ഒരാളിൻ്റെ ചോയ്സാണ്. അതിലേക്ക് നമ്മൾ നിർബന്ധമായിട്ട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ആചാരാനുഷ്ഠാനത്തിൻ്റെ പേരിൽ മാത്രമാണ് ഒരു സ്ഥലത്ത് നമുക്ക് എൻട്രി എങ്കിൽ, നമ്മൾ ചില കാര്യങ്ങളൊക്കെ അനുവർത്തിച്ചതിന് ശേഷം മാത്രമേ നമുക്കതിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂവെങ്കിൽ അതിൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരാൾ സ്വന്തം വീട്ടിൽ സ്വന്തം സ്ഥലത്ത് അയാളുടെ ഇഷ്ടപ്രകാരം അയാൾ ചെയ്യുന്ന നിയമവിരുദ്ധമല്ലാത്ത കാര്യങ്ങളെ നമ്മൾ ഈ രീതിയിലത്തേക്കൊക്കെ തന്നെ വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതസാഹോദര്യമല്ല ഉണ്ടാവുന്നത് എന്ന് മാത്രമേ എനിക്ക് ഇത്തരത്തിലുള്ള ആൾക്കാരോട് പറയാനുള്ളൂ. അതുകൊണ്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്ന, സാഹോദര്യത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഇതൊക്കെ തന്നെ മതമൈത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കുന്ന മുസ്ലിം പണ്ഡിതന്മാരെ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങൾ മാതൃകയാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.